പാലക്കാട് നഗരസഭ ഭരണം തൃശങ്കുവിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതാണ് ഭരണമാർക്കെന്ന സംശയമുളവാക്കുന്നത്. സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ കൂട്ടിയാൽ 28 സീറ്റുകളാവും. ഇതോടെ ഭരണത്തിലെത്താൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. ഏറ്റവും വലിയ കക്ഷിയായ തങ്ങൾക്കാണ് ജനവിധിയെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടെ തർക്കം രൂക്ഷമാകും. കോൺഗ്രസും CPM-ഉം BJP-യും അവരവരുടെ നീക്കങ്ങളിലാണ് ഇപ്പോൾ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ വിജയിച്ച സ്വതന്ത്രനെ മുൻനിർത്തി ഭരണം പിടിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. പക്ഷേ അതിന് CPM പിന്തുണ വേണം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട H. റഷീദാണ് സ്വതന്ത്ര കൗൺസിലറായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് നിർണായകമാവുക. 2 സീറ്റിന്റെ പിറകിലാണ് BJP പാലക്കാട് നഗരസഭയിൽ ഒന്നാം കക്ഷിയായിരിക്കുന്നത്. 27 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. സ്വതന്ത്രനെ നിർത്തി ഭരണം പിടിക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുമ്പോൾ CPM ഇതിനെ പിന്തുണയ്ക്കുമോ എന്ന് ഇനിയും വ്യക്തമല്ല. കഴിഞ്ഞ തവണ തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വിജയിച്ച കോൺഗ്രസ് വിമതനെ മേയറാക്കി അവിടെ CPM ഭരണം പിടിച്ചിരുന്നു. അതേ നിലപാട് പാലക്കാട് എടുക്കുമോ എന്ന് കണ്ടറിയണം. അതിനായി അനൗപചാരിക ചർച്ചകൾ നടന്നുവരികയാണ്. BJP-യെ ഏതു വിധേനയും അകറ്റി നിർത്തണമെന്നാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രഖ്യാപനമെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. താൻ ഒരിക്കലും BJP-യിലേക്ക് പോകില്ലെന്നും മതേതര ഭാഗത്തിന് ശക്തി പകരുമെന്നുമാണ് സ്വതന്ത്രനായ റഷീദ് പറഞ്ഞിരിക്കുന്നത്. 2015-ൽ സമാനമായ അവസ്ഥ BJP-ക്ക് നേരിട്ടിരുന്നു. അന്ന് BJP-ക്കെതിരായ അവിശ്വാസം വരുമ്പോഴെല്ലാം CPM വിട്ടുനിൽക്കുകയായിരുന്നു. ഇടതുമുന്നണിയും UDF-ഉം ഒരുമിച്ചാൽ നിഷ്പ്രയാസം BJP-യെ അകറ്റി നിർത്താനാവും. പക്ഷേ അതിന് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ നിർദ്ദേശം കോൺഗ്രസിനും CPM-നും ലഭിക്കേണ്ടതുണ്ട്. പാലക്കാട് കോൺഗ്രസിനെ CPM സഹായിച്ചാൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ LDF-നെ കോൺഗ്രസ് സഹായിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 2 നഗരസഭയിലും ഇതു സംബന്ധിച്ച നീക്കങ്ങൾ നടക്കുന്നതായാണ് വിവരം. UTV ന്യൂസ്, പാലക്കാട്.